ഹായ് എവറിബഡി, സെക്കൻഡ് സെം ബികോം വരെ സൂർദാസ് കെ പദ് എന്ന പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. സൂർദാസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കൂ, സൂർദാസ് കാ പ്രസിദ്ധ ഗ്രന്ഥ കോൺ സാ ഹെ, സൂർദാസ് കെ ഗുരു കോൺ थे. ഏപ്രിൽ 2023 വന്നിരിക്കുന്ന ചോദ്യമാണ്. പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം ഏതാണ്, ഗുരു ആരാണ് എന്നാണ് ചോദ്യം. സുർസാഗർ, സാഹിത്യ ലഹരി, സുർസാരാവലി സൂർദാസ് കെ പ്രസിദ്ധ ഗ്രന്ഥ ഹെ. സൂർദാസ് കാ ഗുരു കാ നാം വല്ലഭാചാര്യ ഹെ. ഗുരുവിൻ്റെ പേര് വല്ലഭാചാര്യാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് സുർസാഗർ, സാഹിത്യ ലഹരി, സുർസാരാവലി. സൂർദാസ് കെ ആരാധ്യ ദേവ് കോൺ ഹെ ഓർ ഉൻകെ ഗുരു കോൺ ഹെ. സൂർദാസിൻ്റെ ആരാധ്യ ദേവൻ ആരാണ് എന്നാണ് ചോദ്യം. സൂർദാസ് കെ ആരാധ്യ ദേവ് ശ്രീകൃഷ്ണ थे. ശ്രീകൃഷ്ണനാണ് സൂർദാസിൻ്റെ ആരാധ്യമായിട്ടുള്ള ദൈവം. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് വല്ലഭാചാര്യാണ്. ഇത് ഏപ്രിൽ 2022 വന്നിരിക്കുന്ന ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, അപ്നി ചോട്ടി കെ സംബന്ധ് में കൃഷ്ണ യശോദ से कौन सी शंका प्रकट करते हैं. മുടിയെ കുറിച്ചിട്ട് എന്ത് കംപ്ലൈൻ്റ് ആണ് കൃഷ്ണൻ യശോദയോട് പറയുന്നത് എന്നാണ് ചോദ്യം. ഏപ്രിൽ 2020 വന്നിരിക്കുന്ന ചോദ്യമാണ്. बालकृष्ण अपनी माता से शिकायत करते हैं कि बार बार दूध पीने पर भी उनकी चोटी बलराम भैया जैसी बढ़ नहीं रही है और माता उन्हें दूध पिलाते समय कहती है कि दूध पीने से ही उनकी चोटी नागिनी की तरह लंबी हो जाएगी. बालकृष्ण യശോദയോട് പറയുകയാണ്, എൻ്റെ മുടി വളരുന്നില്ല, ഏട്ടനെ പോലെ വലുതാവുന്നില്ല, എന്നിട്ടും അമ്മ നിർബന്ധിച്ച് പാല് കുടിപ്പിക്കുന്ന സമയത്ത് മുടി വലുതാവുമെന്ന് പറഞ്ഞിട്ടാണ് എന്നും അമ്മ പാല് കുടിപ്പിക്കുന്നത് എന്നാണ് ആ വാക്യങ്ങളിലെ അർത്ഥം. സുർക്കി സഖ്യഭക്തി कैसी है, എങ്ങനെയാണ് സഖ്യഭക്തി എന്നാണ് ചോദിക്കുന്നത്. സൂർദാസ് ഹമേഷ കൃഷ്ണ കെ സഖാ കെ രൂപ് മേ ലിഖ്തേ थे. കൃഷ്ണൻ്റെ സഖ്യയായിട്ടുള്ള രീതിയിൽ, ഫ്രണ്ടായിട്ടുള്ള രീതിയിലാണ് സൂർദാസ് എപ്പോഴും എഴുതിയിരുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ സഖ്യഭക്തി എന്നാണ് ആ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. സൂർദാസ് ചിരഞ്ജീവി ദാവു ഭയ്യ ഹരി ഹൽദാർ കി ജ്യോതി ഇസ് പങ്ക്തി മേ മത്ലബ് സ്പഷ്ട കീജിയെ. ആ പതിൽ ഈ ഒരു വരി കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. ഇൻ പങ്ക്തിയോ में सूरदास जी कहते हैं कि दाऊ भैया की चोटी चिरंजीवी रहे और सूरदास जी ये भी कहते हैं कि कृष्ण और दाऊ की जोड़ी हमेशा बनी रहे. അതായത് ദാവു ഭയ്യയുടെ മുടി അതേപോലെ നിൽക്കട്ടെ, രണ്ടാളുടെയും ജോഡി അതേപോലെ നിൽക്കട്ടെ, ആരുടെയും കണ്ണ് തട്ടരുതേ എന്ന രീതിയിലാണ് സൂർദാസ് ജി ഈ ഒരു പതിൽ പറയുന്നത്. അതാണ് നിങ്ങൾ എഴുതേണ്ടത്. കോൺസാ ഗ്രന്ഥ് സൂർദാസ് കി അക്ഷയ കൃതി കാ ആധാർ ഹെ ഓർ ഉൻകെ ഗുരു കോൺ ഹെ. ഏത് ഗ്രന്ഥമാണ് സൂർദാസ് ജീൻ്റെ ഏറ്റവും സർവ്വശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതിൽ നിങ്ങൾ സുർസാഗർ എന്ന കൃതിയാണ്, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് വല്ലഭാചാര്യാണ് എന്ന് എഴുതേണ്ടതാണ്. 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. സൂർദാസ് കെ കവിതാओं की വിശേഷതായി ക്യാ ക്യാ ഹെ. ഏപ്രിൽ 2023 വന്നിരിക്കുന്ന ചോദ്യമാണ്. കവിതകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. सूरदास एक भक्त कवि हैं जो भगवान कृष्ण की भक्ति में लिखे गए अपने गीतों से जाने जाते हैं और वात्सल्य सम्राट के नाम पर जाने जाते हैं. സൂർദാസ് ഒരു ഭക്തകവിയാണ്. ഭഗവാൻ കൃഷ്ണനെയാണ് അദ്ദേഹം ആരാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗീതങ്ങൾ കൃഷ്ണനെക്കുറിച്ചിട്ടുള്ള ഗീതങ്ങളാണ്. അതേപോലെ അദ്ദേഹത്തിനെ വാത്സല്യ സമ്രാട്ട് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. സൂർദാസ് एक सगुण भक्त कवि हैं, कृष्ण भक्त कवि हैं. സഗുൺ ഭക്തനായിട്ടുള്ള ഒരു കവിയാണ് സൂർദാസ് ജി. ശ്രീകൃഷ്ണ കെ പ്രതി ഉൻകാ സ്നേഹ വാത്സല്യ മമത और प्रेम ഉൻകെ പദോമേ ഉഭർ കർ ആത്തി ഹെ. ശ്രീകൃഷ്ണനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം, വാത്സല്യം, മമത ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ പദങ്ങളിൽ ഉയർന്ന് കാണിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്നി കവിതായെ ബ്രജ് ഭാഷാമേ ലിഖ്തേ थे ഉൻകി ഭക്തി സഖാ ഭക്തി കെ ഭാവ് കി थी. അതായത് അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം ബ്രജ് ഭാഷയിലാണ് എഴുതിയിരുന്നത്. സഖാഭക്തിയാണ്, ഫ്രണ്ട് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഭക്തി പദങ്ങളാണ് അദ്ദേഹം എഴുതിയിരുന്നത് എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം വരുന്നത്. सरल भाषा के शब्दों का प्रयोग काव्य में दिखाई पड़ता है. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. വേ ബ്രജ് ഭാഷ മേ കൃഷ്ണ കഥ ലിഖ്തേ थे. അദ്ദേഹം ബ്രജ് ഭാഷയിലാണ് എഴുതിയിരുന്നത്, കൃഷ്ണ കാവ്യങ്ങളാണ് എഴുതിയിരുന്നത്. വല്ലഭാചാര്യരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു എന്നാണ് ഈ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ നിങ്ങൾ എഴുതണം. അദ്ദേഹം ജനിച്ച വർഷം, അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള കൃതികളെല്ലാം ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഇതിനെ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അടുത്ത് നോക്കൂ, അപ്നി ചോട്ടി കെ സംബന്ധ് മേ കൃഷ്ണ അപ്നി മാ സെ ക്യാ ക്യാ ശങ്കായെ പ്രകട് കർത്തേ ഹെ. അദ്ദേഹത്തിൻ്റെ മുടിയെക്കുറിച്ചിട്ട് എന്ത് കംപ്ലയിൻസ് ആണ് കൃഷ്ണൻ യശോദയോട് പറയുന്നത് എന്നാണ് ചോദ്യം. വാത്സല്യ സമ്രാട്ട് കെ നാം സെ ജാനെ വാലെ സൂർദാസ് ജി एक सगुण भक्त कवि थे और श्री कृष्ण को अपने आराध्य देव मानते थे. വാത്സല്യ സമ്രാട്ട് എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്ന സൂർദാസ് ജി ഒരു സഗുൺ ഭക്ത് കവിയായിരുന്നു. ശ്രീകൃഷ്ണനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം, അദ്ദേഹത്തിൻ്റെ പദങ്ങൾ ഉയർന്നു കാണുന്നുണ്ട് എന്നാണ് ആ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. छोटे कृष्ण को यशोदा मैया से अपने बालों के बारे में शंका व्यक्त करते हुए दिखाया गया है, जहां बालकृष्ण यशोदा से शिकायत करते हैं कि बार बार दूध पीने के बाद भी उनकी चोटी बलराम भैया जैसे बढ़ नहीं रही है.
जबकि माता यशोदा यह कहकर दूध पिलाती थी कि दूध पीने से ही छोटी नागिनी की तरह लंबी हो जाएगी. ഈ പദങ്ങളിൽ കൃഷ്ണൻ യശോദാമയ്യോട് പറയാണ്, അദ്ദേഹത്തിന് മുടി വളരുന്നില്ല, അമ്മ എല്ലാ സമയത്തും പാല് കുടിപ്പിക്കുന്ന സമയത്ത് മുടി വളരാൻ വേണ്ടിയിട്ടാണ് ഈ പാല് കുടിക്കുന്നത് എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് കൃഷ്ണനെ കൊണ്ട് ആ പാല് കുടിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റൊന്നും ഈ മുടിയിൽ കാണുന്നില്ല. അതേ സമയത്ത് ബൽറാം ഭയ്യയുടെ മുടിയാണെങ്കിലോ നല്ലോണം വളരുന്നുമുണ്ട് എന്നാണ് കൃഷ്ണൻ്റെ പരാതി. बालों का बड़ी अच्छी तरह से ध्यान रखने के बाद भी बाल नागिनी जैसे धरती पर नहीं लौट रहे और भैया जैसे मोटी चोटी नहीं बन पा रही है, ये शिकायतें ബാലകൃഷ്ണ करते हैं. മുടി വളരെയധികം കെയർ എടുത്തിട്ടാണ് അദ്ദേഹം വളർത്തുന്നത്. എന്നിട്ട് പോലും ഒരുപാട് മാറ്റമൊന്നും മുടിയിൽ ലെങ്ത്തിൽ വരുന്നില്ല, മുടി വളരുന്നില്ല. ഭയ്യയുടെ മുടിയാണെങ്കിലോ നല്ല രീതിയിൽ വളർച്ച എത്തിയിട്ടുണ്ട് എന്നാണ് ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അമ്മയോട് പരാതി പറയുന്നത്. സൂർദാസ് കെ പദിലെ ഒരു ദോഹ കൊടുത്തിട്ട് ആ ദോഹയിലെ അർത്ഥം സ്പഷ്ടമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ 2020 വന്നിരിക്കുന്ന ചോദ്യമാണ്. അതിൻ്റെ ആൻസറായിട്ട് നിങ്ങൾ എഴുതേണ്ടത്, സൂർദാസ് ജി ഇൻ പങ്ക്തിയോं में स्पष्ट करते हैं कि ईश्वर आपके सिवा मेरे मन कहीं सुख नहीं पा सकता. സൂർദാസ് ജി ഈ പദങ്ങളിൽ പറയുന്നത് ഈശ്വരനോടാണ് പറയുന്നത്, നിങ്ങളുടെ അടുത്തല്ലാതെ എൻ്റെ മനസ്സിന് എവിടെയും സുഖം കിട്ടില്ല എന്നാണ് പറയുന്നത്. जैसे जहाज से उड़ा हुआ पंछी यह सोचकर उड़ता है कि कहीं दूर चला जाएगा पर थक हार कर फिर उसी जहाज़ में आ जाता है, वैसे ही संसार की मोहमाया में पड़ा हुआ मनुष्य. അതായത് ഒരു ഷിപ്പിൽ നിന്ന് പറന്നകന്നു പോകുന്ന ഒരു പക്ഷിയെ പോലെയാണ് എൻ്റെ മനസ്സ്. അത് ദൂരെ എവിടെയെങ്കിലും പറന്നു പോകാമെന്ന് പറഞ്ഞിട്ടാണ് ആ പക്ഷി പറന്നു പോകുന്നതെങ്കിലും പിന്നീട് അത് ടയേർഡായിട്ട് തിരിച്ച് അതേ ഷിപ്പിലേക്ക് തിരിച്ച് വരുന്നത് പോലെയാണ് എൻ്റെ മനസ്സ്, മനുഷ്യൻ്റെ മനസ്സ് എന്നാണ് സൂർദാസ് ജി ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈശ്വർ സെ ദൂർ ഹോ ജാത്താ ഹെ ഓർ ഫിർ ഉസി കെ പാസ് ലൗട്ടാ ഹെ. അതായത് ഈശ്വരിൽ നിന്ന് മനുഷ്യൻ ദൂരേക്ക് പോകുമ്പോഴും തിരിച്ച് ഈശ്വരനെ തേടിയിട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത് എന്നാണ് ഈ വാക്യങ്ങളിലെ അർത്ഥം വരുന്നത്. മോഹമായിട്ടുള്ള ഈ സംസാരത്തിൽ, ഈ വേൾഡിൽ എറ്റേണലായിട്ടുള്ള മോക്ഷം ഈശ്വരനോട് ചേർന്നാൽ മാത്രമേ വരുള്ളൂ എന്നാണ് ഈ ഒരു വാക്യങ്ങളുടെ അർത്ഥം വരുന്നത്. സാംസാരിക് സുഖ് നശ്വർ ഹെ, സിർഫ് ഈശ്വർ ഭക്തി മേ ഹി ഈശ്വർ പ്രാപ്തി ഹോ സക്തി ഹെ. ഈ വേൾഡ്ലി ആയിട്ടുള്ള പ്ലഷേഴ്സ് എല്ലാം നിമിഷ നേരത്തിന് മാത്രമുള്ളതാണ്. പക്ഷേ ഈശ്വരനോടുള്ള ആ ഭക്തി ഈശ്വരൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. കമൽ നയൻ വാലെ കൃഷ്ണ കോ കോയി ചോഡ്കർ ജാ ഹി നഹി സക്ത, ജിസ് ഭി മധുകർ ने कमल का रस चखा हो वह कड़वा फल नहीं खाएगा, ऐसा इन पंक्तियों में सूरदास जी कहते हैं. കൃഷ്ണൻ്റെ കണ്ണുകൾ ലോട്ടസിൻ്റെ പെറ്റൽസ് പോലെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൃഷ്ണനെ വിട്ടിട്ട് ആർക്കും പോകാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ കമലിൻ്റെ തേന് കുടിച്ച ഒരു മധുക്കർ, ഒരു ഹണി ബീ പോലും വേറെ കടുവയായിട്ടുള്ള, അതായത് കയ്പ്പ് നിറഞ്ഞ പഴങ്ങൾ തിന്നാനോ അതിനോട് ഇഷ്ടം കാണിക്കുകയോ ചെയ്യില്ല. തിരിച്ച് ഈ ലോട്ടസിൻ്റെ അടുത്തേക്ക് തന്നെ ആ ബീസ് വരുമെന്നാണ് ആ വാക്യങ്ങളിൽ സൂർദാസ് ജി പറഞ്ഞിരിക്കുന്നത്. ഈ ക്ലാസ്സിൽ പരിചയപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്